ഹലോ, കഴിഞ്ഞ ദിവസം ഞാൻ പാട്ട് പാടുന്ന വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കുറേ പേര് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്തൊരു പാട്ടായിരുന്നു ചന്ദനമണി സന്ധ്യകളുടെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. അപ്പോൾ അത് പാടുമോ എന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച് കാണും ഇത്രയും ദിവസം പാട്ടൊന്നും കാണാഞ്ഞപ്പോൾ വിചാരിച്ചാണ് ഞാൻ പേടിച്ച് പിന്മാറി ഓടിപ്പോയി കാണുമെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പേപ്പറിൽ എഴുതി ഞാൻ ഏകദേശമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് പാടാൻ ശ്രമിക്കുകയാണ്. പിന്നെ ഞാനിങ്ങനെ പാട്ട് ജസ്റ്റ് ഫോണിൽ വെക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ പിച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് കറക്റ്റ് ഇതിൽ ഒന്ന് പാടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ തുടങ്ങാം നമുക്ക്. അപ്പോൾ നമുക്ക് തുടങ്ങാം. റെഡി, സ്റ്റാർട്ട്. ഇവിടെ ഞാൻ പാടിയിട്ട് കേൾപ്പിക്കാം പ്ലീസ്. കഷ്ടം, ഞാൻ പറഞ്ഞുതരാം. എന്നെ തെറ്റിപ്പിക്കാൻ പറ്റും. ഞാൻ പാടാൻ പോണേ. വെൺപുലരികൾ പൊൻകസവിടും ഇന്ദ്രനീലമേഘം എന്റെ ദൂതുപോയ ഹംസമായി, മഞ്ഞുരുകിയ മഞ്ചിമിഴിലെ മന്ദഹാസദീപ്തിയോടെ നീ എനിക്ക് തുമ്മിയായി, മനസ്സുകളുടെ കുളിരരുവികളിൽ ചിലും ചിലും മരതകമഴ മൊഴി തിരയുകയായി, മനസ്സുകളുടെ കുളിരരുവികളിൽ ചിലും ചിലും മരതകമഴ മൊഴി തിരയുകയായി, ഇനി നിലവിലെ ജലകളികളിൽ ഉണരും വലിയ പ്രണയ കളികൾ തിരമുറയിടും ഒരു കടലിലെ ഗസലിലെളിയും അലസമായി, ഇനി നിലവിലെ ജലകളികളിൽ ഉണരും വലിയ പ്രണയ കളികൾ തിരമുറയിടും ഒരു കടലിലെ ഗസലിലെളിയും അലസമായി, വിജനവനിയിൽ വിരഹലിതി ശിശിരശലഭം എഴുതിയ നിറ ചന്ദനമണി, ചന്ദനമണി മൃദു ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതകാലം. എങ്ങനെയുണ്ട്? നിങ്ങൾ ഇങ്ങനെ ഒരേ ടാസ്ക് ഇങ്ങനെ കൊടുക്കണം. ബാക്കിയുള്ളവൻ്റെ ചെവിയാ അടിച്ചു പോകുന്നത്. ഒരാഴ്ച കൊണ്ട് എൻ്റെ ചെവിക്ക് ഉറക്കത്തിൽ ഈ പാട്ടും പാടിക്കൊണ്ട് നടക്കുന്നത്. നിങ്ങൾ പറയണം എങ്ങനെയുണ്ടെന്ന്. അപ്പം ഈ പാട്ടിന് എന്തായാലും കമൻ്റൊക്കെ ഇടണം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ അടുത്ത പാട്ട് ഏതാണെന്ന് പറയാൻ മറക്കില്ല. ചേച്ചി പറയാം എങ്ങനെ ഉണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. നിങ്ങളുടെ അഭിപ്രായം പറയണേ.